ഈ ഒരു ഫോണിൻ്റെ വീഡിയോ നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതായത് ലാപ്ടോപ്പിൻ്റെ ചാർജർ വെച്ച് കണക്ട് ചെയ്തിട്ട് ഡാമേജ് ആയ iPhone 6 Pro. ഈ ഒരു ബോർഡിൽ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഹീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ എല്ലാം പ്ലാസ്റ്റിക് മെൽറ്റ് ആയിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഈ ഒരു പോർഷനിൽ നല്ല രീതിയിൽ മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് മദർ ബോർഡിൻ്റെ റീഡിംഗ് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. മദർ ബോർഡിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത് DC വെച്ച് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എന്താ കണ്ടീഷൻ എന്നുള്ളത്. സോ DC ഓൺ ആക്കിയിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഹൈ ആമ്പ് എടുക്കുന്നുണ്ട്, അതായത് ഷോർട്ട് കാണിക്കുന്നത്. ഫുൾ ഷോർട്ട് അല്ല, പക്ഷേ ലീക്കേജ് കാണിക്കുന്നുണ്ട്. ഈ ഒരു ഡിവൈസ് നമ്മളിപ്പോൾ C2C ചാർജർ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഫോണ് ഓൺ ആകുന്നുണ്ട്, അതായത് ചാർജിങ്ങിൻ്റെ സിമ്പിളൊക്കെ വന്നിട്ട് ഓൺ ആവുന്നുണ്ട്. അതേപോലെ നല്ല രീതിയിൽ ഹീറ്റും ആകുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് C2C ചാർജർ വെച്ചിട്ട് ഫോൺ ഓൺ ആണെന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരാം. പക്ഷേ ഈ കണ്ടീഷനിൽ ഒരാൾ ഇതേപോലെ യൂസ് ചെയ്യരുത്. എന്തെങ്കിലും ഫോൺ ഡാമേജ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യാം, തൊട്ടടുത്തുള്ള സർവീസ് സെൻ്ററിൽ പോയിട്ട് സർവീസ് ചെയ്യാം. ഫോൺ വർക്ക് ആകണമെന്ന് വിചാരിച്ചിട്ട് ഡയറക്റ്റായിട്ട് ഒരിക്കലും യൂസ് ചെയ്യരുത്. അപ്പോൾ C2C കേബിൾ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സാധനം ഒന്ന് ഓൺ ആക്കി നോക്കാം. അതായത് വർക്കിംഗ് കണ്ടീഷൻ ആണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അധിക കണ്ടീഷനിൽ ഇത് യൂസ് ചെയ്യരുത്, അധികം ചാർജ് ചെയ്യുകയും ചെയ്യരുത്. കാരണം ഫോണ് ഓവർ ഹീറ്റ് ആകുന്നുണ്ട്, പിന്നീട് അത് മദർ ബോർഡ് ടോട്ടൽ ഡാമേജ് ആകാനുള്ള വഴിയാവും. നമ്മൾ ചാർജിങ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആംബിയറും കറക്റ്റ് എടുക്കുന്നുണ്ട്, പക്ഷേ ഈ ഒരു സിമ്പിൾ കാണിക്കും. നമ്മളിവിടെ ടച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ ഹീറ്റ് ആകുന്നുണ്ട് ഫോൺ. സോ ഈ ഒരു കണ്ടീഷനിൽ ഇനി ചാർജിങ് ചെയ്യരുത്. സോ നമുക്ക് കസ്റ്റമർ അപ്രൂവ് എടുത്തതിന് ശേഷം മദർ ബോർഡ് ഓപ്പൺ ആക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. അപ്പോൾ കസ്റ്റമർക്ക് ഏകദേശം ഇതിൻ്റെ കോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിലെന്തായാലും നമുക്കിതിൻ്റെ ഈ ഒരു സ്പീക്കറും അതേപോലെ ഈ ചാർജിങ്ങിൻ്റെ സെക്ഷനും നമുക്ക് ചേഞ്ച് ചെയ്യണം, ചാർജിങ് ഫ്ലക്സ് ചേഞ്ച് ചെയ്യണം. അതേപോലെ ഇതിൻ്റെ സ്പീക്കറും വിത്ത് വൈഫൈ വരുന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ, ആൻറ്റിന വരുന്നതാണ്. അപ്പോൾ ഈ സ്പീക്കറും ഡാമേജ് ആയിട്ടുണ്ട്, അതേപോലെ ഈ വൈഫൈ ആൻറ്റിനയും ഡാമേജ് ആയിട്ടുണ്ട്. സോ അത് ചെക്ക് ചെയ്യണം. അതേപോലെ ഇവിടെ നമുക്ക് ഈ ഒരു ആൻറ്റിനൻ്റെ പോർഷനിലാണ് ഡാമേജ് ആയിട്ടുള്ളത്. സോ ഇത് നമുക്ക് വേറെ ഫ്രെയിമിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഈ ഒരു ആൻറ്റിന ഇവിടെ നമുക്ക് റീപ്ലേസ് ചെയ്യണം. അതുപോലെ മദർ ബോർഡും സർവീസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കോസ്റ്റ് നമ്മൾ ഏകദേശം ഒരു കോസ്റ്റ് കസ്റ്റമർക്ക് കോട്ട് ചെയ്തിട്ടുണ്ട്. സോ കസ്റ്റമർ അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മളിതിൻ്റെ ബാക്കി വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.